എന്തൊക്കെയാണ് സ്പെഷ്യല്? ഇന്നത്തെ സ്പെഷ്യൽ അരുൺസ് ബിരിയാണി, അരുൺസ് ചിക്കൻ, അരുൺസ് സലാഡ്, അരുൺസ് പായസം. ഓക്കെ, അപ്പൊ എല്ലാം അരുൺചേട്ടന്റെ സ്പെഷ്യലാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിക്കുള്ള ചിക്കൻ ഇവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അരുൺചേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. ഇനി അരുൺചേട്ടനാണ് ഇവിടുത്തെ മെയിൻ ഷെഫ്. അങ്ങനെ ചിക്കൻ വറുക്കാൻ പോവാണ്. അരുൺചേട്ടൻ ക്യാമറയുടെ പിറകെ നിൽക്കുക. അരുൺചേട്ടൻ വരുന്നില്ല. അരുൺചേട്ടൻ മേക്കപ്പ് ചെയ്തിട്ടാ വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ആകെ കൂടി നമ്മുടെ ചേട്ടനമ്മ മാത്രം കാണുന്ന വീഡിയോസ് ആണ്. ചിന്നു അപ്പൊ കുറെ ചിക്കനുള്ള കാരണം കൊണ്ട് ഇത്രയും വലിയ പാത്രം എടുത്തിട്ട് നമ്മളൊരു 2-3 ട്രിപ്പാക്കി ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് അരുൺചേട്ടന്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നമ്മൾ വെക്കാൻ പോണത്. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബിലോ. അതായിട്ടില്ല, ചൂടാവട്ടെ. അരുൺചേട്ടൻ വെക്കണേല ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? അല്ല, അപ്പൊ അങ്ങനെ ഞാൻ മീൻകറി വെച്ചത് നന്നായിരുന്നു. അപ്പൊ അരുൺചേട്ടൻ വെക്കണേല? അരുൺ വെക്കണേല് എനിക്ക് ചിക്കൻ കറി ഇഷ്ടാ. പിന്നെ വല്ല നന്നായി വെക്കണമെന്ന് എനിക്ക് എല്ലാം ഇഷ്ടം. ഓക്കെ, അങ്ങനെ നമ്മള് ചിക്കൻ വറുക്കാനുള്ള തട്ടിലോട്ട് ഇട്ടു. അങ്ങനെ നമ്മുടെ അരുൺചേട്ടൻ അരങ്ങില് കേറിയിരിക്കുകയാണ്. അങ്ങനെയല്ലേ പറയാ? എവിടെ വരെ എത്തി അരുൺചേട്ടാ? അങ്ങനെയല്ലല്ലോ പറഞ്ഞായിരുന്നേ. അണ്ടിപ്പരിപ്പ് വറുത്തിട്ടുണ്ട്, കാഷ്നട്ട്. ഇനി മുന്തിരി, ഇത് ചിക്കനാണ്. ഓക്കെ, ഒരു ക്ലോസ് അപ്പ് എടുക്കട്ടെ. കൊറേ അണ്ടിപ്പരിപ്പുണ്ടല്ലോ. അപ്പൊ അത്ര സൂപ്പറാണോ ചിക്കൻ കറി? ഇതാരാണ് കാണിച്ചെന്ന ഈ ചിക്കൻ കറി? വെറുതെ തള്ളല്ലേ? ഷാൻജിയോന്റെ അല്ലേ കോപ്പി അടിച്ചേ? അങ്ങനെ ചിന്നുവാണ് ഹെൽപ്പർ. നീയെങ്കിലും നീക്ക. ഓക്കെ, അങ്ങനെ നമ്മൾ ഏകദേശം ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനെ നമ്മൾ ബലൂണൊക്കെ വീർപ്പിച്ച് ഏകദേശം ആയി. ഇനി നമുക്ക് കുറച്ചും കൂടി ബലൂൺ അവിടെ ഉള്ളൂ, 4 ബലൂൺ. അത് കഴിഞ്ഞാൽ നമ്മുടെ വീർപ്പിക്കൽ ഈസ് ഫിനിഷ്. ചിന്ന ഇവിടെ ഇരുന്ന് വീർപ്പിക്കുകയാണ്. ഇനി അരുൺചേട്ടൻ്റെ എവിടെ എത്തിയെന്ന് നമുക്ക് നോക്കാം. അരുൺചേട്ടാ എവിടെ എത്തി? പ്രിപ്പറേഷൻസ് എവിടെ? സാധനം ഇതെന്താ? ഇതൊരു സാധനം. നാട്ടുകാരെ നിങ്ങളിത് കാണുക. അതെന്താ രസമാ? ലുക്കത്തെ കളർ കൈക്കൊള്ളു. കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി കാട്ടിത്തരാം. സോ ഇതാണ് ഇതുവരെയുള്ള അപ്ഡേഷൻസ്. ഇനി ബിരിയാണി റൈസും കൂടി ആവാനുള്ളൂ. നോക്കൂ, ഹായ്, ചിന്നു നല്ല സുന്ദരി ആയിട്ടുണ്ട്. നിങ്ങൾ എന്നാ ചിന്നു എന്നെ ഒന്ന് നോക്കട്ടെ. പണ്ടത്തെ സുന്ദരി തന്നെ. ഓ ഓ, അടി ഉണ്ട്. അരുണേട്ടൻ്റെ ലാസ്റ്റ് പായസം ലുക്ക്. അരുൺചേട്ടൻ ഇപ്പോ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കാഷ്നട്ടും മുന്തിരിയൊക്കെ ഇടാൻ പോവാ. ഇത്തിരി നീക്കി പിടിച്ചാലേ കാണുള്ളൂ. കഴിഞ്ഞ വട്ടം അരുൺചേട്ടൻ ഈ കറി വെച്ചിട്ട് ഗംഭീര സക്സസ് ആയിരുന്നു. അപ്പൊ ഈ വട്ടം എനിക്ക് കണ്ടറിയാം. അല്ല ചേക്കൂട്ടാ, ഇത് കൊറേ അണ്ടിപ്പരിപ്പുണ്ടല്ലോ ചേട്ടാ. ഇത് ഇത്തിരി ഡ്രൈ ആയിരിക്കണതിന്റെ കാരണം കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചോണ്ടാട്ടോ. ഇതാണ് ഇവ ചേച്ചി. ഒരു ഹായ് പറഞ്ഞേ. ഹായ് ജോക്കുട്ട, ഹായ് പറഞ്ഞേ. ജോക്കുട്ടൻ പായസം കിട്ടിയപ്പോ മൈൻഡില്ല. ആ അതെ, അച്ചു രാജകീയമായിരിക്കുന്നു. അയ്യോ, ചൂടൊക്കെ മാറി. വർത്താനം പറഞ്ഞ
ജോക്കുട്ടൻ എവിടെയാ? ഒളിച്ചേ. അമ്മായി വന്നേക്കുന്ന ബെൻസിയാൻറ്റി വന്നേക്കണോ? താങ്ക് യു. ഒന്നും മേടിക്കാൻ പറ്റില്ല. താങ്ക് യു. അടുത്ത പോ. താങ്ക് യു. ഇങ്ങ് വാ. ഒന്ന് സിഞ്ചു മറ്റേ റാംബോക്കിൽ നടന്നോണ്ട് ഹായ് പറയുന്ന. താങ്ക് യു. ഇതാണ് രമ്യ ചേച്ചി. ഹായ് പറയൂ രമ്യ ചേച്ചി. ഹായ്. അച്ഛനെ അറിയാലോ യൂട്യൂബ് ചാനല്. ബെൻസി ചേച്ചി ഹായ് പറയൂ. ഹായ്. സ്കൂള് കുട്ടികളിരിക്കുന്ന പോലെ എല്ലാവരും നേരന്ന്. ബെൻസി ചേച്ചി ബലൂൺ വെച്ച് മുഖം മറക്കാണ് അല്ലേ? കിട്ടിയാ? ബെൻസി ചേച്ചി ഒക്കെ കുടിച്ചോ? മുഖം തിരിക്കാതെ കേക്ക് കൊടുക്കണേ. പോയി മുഖം ഇല്ലാട്ടോ. ഇങ്ങനെയാണോ അവിടെ കേക്ക് കൊടുക്കുന്ന ആശാനെ? ആശാനെ കിട്ടിയിട്ടാണോ? അച്ചു ശരത്ത് ചെല്ല്. റോജു ചേട്ടാ, റോജു ചേട്ടാ ഇതൊന്ന് പിടിക്കോ? ഞാൻ ഒരു വട്ടം കൂടി പോയിട്ട് വരാം. ക്യാമറ പറയട്ടെ. ഇതുകൂടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് സോന സ്റ്റാർട്ട് ചെയ്യേ. എന്നിട്ടാണ് ഒപ്പീനിയൻ പറയാൻ. സോനെ അച്ചു ഒന്നും കൂടി പറയാറും. ചേട്ടൻ ബിരിയാണി എങ്ങനെയുണ്ട്? ആണോ? എരിവ് സാധാരണ കൂടെ. അൽഫോൺസ് ചേച്ചി എങ്ങനെയുണ്ട്? എന്താണ് ഈ ഒരു ദിവസത്തിൽ പറയാനുള്ളത്?
ചിന്നു ലുക്കിംഗ് യു വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു ചിന്നു. ചേട്ടൻ്റെ ഒരു വിഷ് പറയൂ. വിഷ് പറയൂ, വിഷ്. ഹാപ്പി ബർത്ത്ഡേ മിന്ന. ഇനി ഇങ്ങനെ ഒരു 100 years. രണ്ട് മുട്ട വായിലിട്ടാണ്. ഇത് നമ്മുടെ റൂമിൽ കൊണ്ടുവയ്ക്കോ. റോജ ചേട്ടനോടുള്ള സ്നേഹം. ഞാൻ പിടിച്ചിട്ട് വരാം.